വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ഇന്നില്ല. വിധി പറയൽ നാളത്തേക്ക് മാറ്റി. വിവരങ്ങളുമായി അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, ഇന്ന് 9:30 വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത്. ഇന്ന് വിധിയില്ല, അത് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. രാജ്യം കാത്തിരുന്ന ഒരു ഉത്തരവാണത് നാളേക്ക് മാറുന്നതിന്. വിശദാംശങ്ങൾ എന്താണ് അനിൽ വാസുദേവ്? ഇന്നെന്തായാലും വിധിയില്ലെന്നാണ് കായിക തർക്ക പരിഹാര കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് നാളെ വൈകുന്നേരം 9:30 അതാണ് ഡെഡ് ലൈൻ പുതിയതായി നൽകിയിരിക്കുന്നത് ജഡ്ജിക്ക്. ഒരു ഓസ്ട്രേലിയക്കാരിയായ ജഡ്ജിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അവർക്ക് ആദ്യം നൽകിയ നിർദ്ദേശം ഇന്ന് രാത്രി 9:30 വിധി പറയാനായിരുന്നു. ആ ഒരു ഡെഡ് ലൈൻ അങ്ങനെയായിരുന്നു. പക്ഷേ അതിൽ ഒരു മാറ്റം വരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഈ കായിക തർക്ക പരിഹാര കോടതി പറഞ്ഞത് ഈ ഒളിമ്പിക്സ് തീരുന്നതിന് മുമ്പ് വിധി പറഞ്ഞാൽ മതി എന്നുള്ളതായിരുന്നു. അതുപ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ആ സമയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ വരുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം. എന്തായാലും ഇനി ഇത്ര നേരം നമ്മൾ എന്തായാലും കാത്തിരുന്നു. ഇനി ഒരു ദിവസത്തെ കൂടി കാത്തിരിപ്പാണ്. നാളെ ഒളിമ്പിക്സിന് കൊടിയിറങ്ങുന്ന ദിവസമാണ്. ആ ഇറങ്ങുന്ന ദിവസത്തിൽ തന്നെ ഒരു വിധി വരുന്നു. അതിനു മുമ്പ് ഈ മത്സര ഫലങ്ങളൊക്കെ തീരുന്ന മുമ്പ് നമുക്ക് അന്തിമ മെഡൽ പട്ടികയുടെ ഒക്കെ തന്നെ വിവരങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വിധി വന്ന് സന്തോഷം നൽകുന്ന ഒരു വിധിയായി തന്നെ മാറുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വിനേഷ് ഫോഗട്ടിന്റെ ആവശ്യം തന്നെ അയോഗ്യയാക്കിയ നടപടി, അതായത് ഫൈനലിന് മുമ്പുള്ള വരെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നും ഫൈനലിന് മുമ്പ് അതുവരെയുള്ള മത്സരങ്ങൾക്ക് കൃത്യമായ ശരീരഭാരം താൻ എനിക്ക് ഉണ്ടായിരുന്നെന്നും മാനദണ്ഡം പ്രകാരം ഉള്ള ശരീരഭാരം താൻ നിലനിർത്തിയെന്നും ശരീരഭാരം താൻ നിലനിർത്തിയെന്നും ഫൈനലിൽ മാത്രമാണ് 100 ഗ്രാമിന്റെ അധികം ഉണ്ടായത്. അതുകൊണ്ട് വെള്ളിയെങ്കിലും നൽകണമെന്നാണ് വിനേഷ് ഫോഗട്ടിന്റെ ആവശ്യം. ഇക്കാര്യത്തിലാണ് കായിക തർക്ക പരിഹാര കോടതി വിധി പറയുക. എന്തായാലും ഒരു ദിവസത്തെ കൂടി കാത്തിരിപ്പുണ്ട് നമുക്ക്. ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്, ഒരു ദിവസങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കാത്തിരുന്നു. ഇനി നാളത്തെ ഒരു ദിവസം കൂടി കാത്തിരിക്കും. നാളെ ഏതാണ്ട് ഈ സമയത്ത് വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ രാത്രി 12:30 സമാപന ചടങ്ങ് തുടങ്ങുക. അതിനു മുമ്പ് ഒരു അർഹിച്ച വിധി വരുമെന്നും ഇന്ത്യക്ക് അനുകൂലമായ ഒരു വിനേഷ് ഫോഗട്ടിന് നീതി കിട്ടുന്ന തരത്തിലുള്ള ഒരു വിധി വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. റിജിത്ത്. ശരി, അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ഇന്നില്ല. ആ വിധി പറയൽ നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ 9:30 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്.